ഇതാണ് സൂര്യപ്രകാശം ആദ്യമായിട്ട് അടിച്ചപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച. കിടിലം വ്യൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ടത്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. തണുപ്പ് സഹിക്കാൻ വയ്യ, അതിൻ്റെ ഒപ്പം കുളിരുന്ന കാറ്റും. ഒട്ടും നിൽക്കാനേ പറ്റുന്നില്ല. പക്ഷേ ഈ വ്യൂ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കെല്ലാം സഹിക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് രാവിലെ എണ്ണീറ്റ് കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിന് ഏറ്റവും പുറത്തായിട്ടുള്ളൊരു വ്യൂവും ഒരു സൺറൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പതിയെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി ഓരോരുത്തർ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീരാജ് ഒരു കല്ലിൻ്റെ ഇടയിൽ കൊണ്ട് ഫോൺ വെച്ചിട്ടുണ്ട്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ മരച്ചു തുടങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് കൈ എടുത്ത് തിരിച്ച് ഗ്ലൗസിനകത്ത് കയറ്റാം. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എടുത്ത് കണ്ടോ, ഇതാണ് നമ്മുടെ സൂര്യൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്ന് നമ്മള് ഞങ്ങള് മറ്റേ കടയിൽ ചെന്നിട്ട് ചോദിച്ചു. നമ്മള് മേടിച്ച കുറച്ച് കിട്ടിപ്പറ്റി നമ്മള് കഴിക്കാൻ പോകണം. നമ്മള് പീക്ക് വന്ന ശേഷം ഇത് ഭയങ്കര നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കപ്പലണ്ടി ഉണ്ടായല്ല, ഇത് ഭയങ്കര ശർക്കര അറിയപ്പെടുന്നത്. വെടിക്കപ്പെട്ടു അല്ല ഇവിടെ ഒരു കുരുവി ഇരിക്കണം. നിങ്ങൾ കണ്ട ഇവിടെ ഇത്രേ ഹൈറ്റില് ഇത്രയും കൊടും തണുപ്പത്ത് കാണുന്ന ഒരു ജീവിയാണ് കുരുവി. നോക്ക്, ഈ മഞ്ഞിനിടയ്ക്ക് ഉണ്ട് കണ്ട. കാക്കയൊന്നുമില്ല, കാക്ക നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷെ ഈ ഹൈറ്റിൽ അതൊന്നും വരില്ല. പക്ഷെ ഇവിടെ കുരുവി ഉണ്ട്. കുരുവി പോലത്തെ ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു കുരുവി ആയിരിക്കും. പേടിയൊന്നുമില്ല കേട്ടോ, അതേ ആളുകൾ അടുത്ത് വന്നാലും. ഒത്തിരി കുരുവികൾ ഉണ്ടായിരുന്നു ഇവിടെ. കുറെ കൂട്ടമായിട്ട് കിടപ്പുണ്ടായിരുന്നു കുറെ എണ്ണം. ഇത്ര ഹൈറ്റിൽ ഇതൊക്കെ സർവൈവ് ചെയ്യുന്നത് ഒരു സംഭവമാണല്ലേ. ചെൻസിംഗ് ബായ്, നമ്മുടെ ഗൈഡ് ചെൻസിംഗ് ബായ് ഓരോരുത്തർക്ക് പിടിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. പുറകിൽ ഇന്ത്യൻ പതാക പറക്കുന്നു. നാടകത്തിലെ പോലെ അബ്ദുക്ക വന്നു പറഞ്ഞു പതാക വീട്ടുണ്ട്. കൊട്ടി സീറ്റാണ്. വിവേകിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. അടിപൊളി ഫോട്ടോ ആട്ടെ. വന്ന് നമ്മള് ഫ്ലെക്സ് ഒക്കെ പിടിച്ച് ഫോട്ടോ എടുത്ത്, പതാക പിടിച്ച് ഫോട്ടോ എടുത്തു, കുറെ ഫോട്ടോ എടുത്തു. സമയം എട്ടാകല്ലേ, നമ്മൾ 2 മണിക്കൂറിലായി. സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് പോകണം. ഞാൻ സർട്ടിഫിക്കറ്റ് അടിക്കാൻ പോകണം. സർട്ടിഫിക്കറ്റ് വരുന്നു. ചെൻസിംഗ് ബായ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ തിരിച്ചോ. നൈസ്. ഓക്കെ ഇത് കോഴ എടുത്ത് മേടിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. ഈ സമ്മിറ്റിലെ ഈ ടീമിലെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ടീമിൽ ആദ്യമായിട്ട് വന്നതിനുള്ള കേദാർകാന്തയുടെ ഒരു ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രക്ക് അല്ലെങ്കിൽ ക്യൂൺസ് ഓഫ് വിൻഡർ ട്രക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ കേദാർകാന്ത ട്രക്ക് 12,500 ഫീറ്റ് ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ടീമിൻ്റെ കൂടെ എക്സ്പ്ലോറേഴ്സ് ജോയിൻ ചെയ്ത്, അപ്പോൾ എക്സ്പ്ലോറേഴ്സിൻ്റെ 13 ട്രക്കേഴ്സും അവരുടെ ട്രക്കേഴ്സും വേണ്ടി ടോട്ടൽ 42 ട്രക്കേഴ്സ് ഉണ്ടായിരുന്നു. ആ 42 ട്രക്കേഴ്സിൽ ഏറ്റവും ആദ്യം സബ്മിറ്റ് ചെയ്തത് നമ്മുടെ കൂടെയുള്ള ട്രക്കായിരുന്നു. ശ്രീരാജിന് എക്സ്പ്ലോറേഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ജസ്റ്റ് കേദാർകാന്ത സബ്മിറ്റിന്റെ ബാഡ്ജ് ഓണർ. അത്ര മതി വെച്ചില്ലേ? ഓക്കെ ഞങ്ങൾ അപ്പൊ ഗൈസ് മുമ്പേ വന്നു കഴിഞ്ഞത് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി അവിടെ വെച്ച്. പക്ഷെ ഫോൺ അവിടെ നിന്ന് ഫ്രീസായി എൻ്റെ ബാറ്ററി മുഴുവൻ തീർന്ന് ഡെഡായി പോയി. അപ്പൊ ഞാൻ വിവേകിന്റെ ഫോണിലാണ് എടുക്കണത്. എന്നിട്ട് ഇവിടെ കയറിയതിന് സർട്ടിഫിക്കറ്റും കിട്ടി, ഫസ്റ്റ് വന്നതിന് ഒരു ബാഡ്ജും കിട്ടി. രണ്ടും കിട്ടി. ഇല്ല, ഇത് എഴുത്തോളം പറഞ്ഞു ഊരി കൊടുക്കണ. ഫോണിന്റെ ബാറ്ററി തീർന്നുകൊണ്ട് ഇനി താഴെ ചെന്ന് പവർ ബാങ്ക് കുത്തി കഴിഞ്ഞ് ഇനി ബാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഇപ്പൊ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഡിസെൻഡ്. ദിസ് ഈസ് എ പ്ലേസ്. യാ, ഒരു 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമുക്കിനി തിരിച്ച് താഴോട്ട് ഇറങ്ങാം. ബാക്ക് ടു
ടു കേദാർകന്ദ ബേസ് ക്യാമ്പ്. ബൈ.